പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് പോലെ പ്രതിഫലങ്ങൾ, വിശുദ്ധന്മാർക്ക് പ്രതിഫലങ്ങൾ, ഇടയന്മാർക്കുള്ള പ്രതിഫലം എന്ന വിഷയമാണ് നമ്മൾ ഇന്ന് ചിന്തിപ്പാൻ പോകുന്നത്. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ആദരവോടെ അറിയിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. നമുക്ക് വചനത്തിന് മുമ്പാകെ ആയിരിക്കാം. ഇടയന്മാർക്കുള്ള പ്രതിഫലം. ആമേൻ, സ്തോത്രം. അതിനു മുമ്പായി ഒരു ഗാനത്തിൻ്റെ ചില അടികൾ പാടുവാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും പ്രയോജനകരമായി തീരട്ടെ, ഉപകാരമായി തീരട്ടെ. ശ്രദ്ധയോടെ നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എണ്ണമില്ല സ്തുതി സ്തോത്രങ്ങളാൽ ഹല്ലേലൂയ ഗീതം പാടിയിടും. എണ്ണമില്ല സ്തുതി സ്തോത്രങ്ങളാൽ ഹല്ലേലൂയ ഗീതം പാടിയിടും. പാപമരണം മാറ്റി പുതുജനനമേകി വചനമം ക്ഷീരത്താൽ വളർത്തി നിത്യതയ്ക്കായൊരുക്കി രക്ഷകനീശു. ആരുമില്ലേ ഇതുപോലൊരുവൻ. വാക്കുകൾ പോരാ, എൻ്റെ വാക്യങ്ങൾ പോരാ, തിരുമഹത്വത്തെ വർണ്ണിക്കുവാൻ, തിരുമഹത്വത്തെ മഹിമയെ വർണ്ണിക്കുവാൻ. എണ്ണമില്ല സ്തുതി സ്തോത്രങ്ങളാൽ ഹല്ലേലൂയ ഗീതം പാടിയിടും. ഉള്ളങ്കരങ്ങളിൽ നമ്മെ വഹിക്കുന്നു, ശത്രു കാണാതെ ദുഷ്ടൻ തൊടാതെ തൻ തിരുദൃഷ്ടിയാൽ നയിക്കുന്നു നമ്മെ. ആരുമില്ലേ ഇതുപോലൊരുവൻ. തൻ തിരുദൃഷ്ടിയാൽ നയിക്കുന്നു നമ്മെ. ആരുമില്ലേ ഇതുപോലൊരുവൻ. വാക്കുകൾ പോരാ, എൻ്റെ വാക്യങ്ങൾ പോരാ, തിരുമഹത്വത്തെ വർണ്ണിക്കുവാൻ, തിരുമഹിമയെ വർണ്ണിക്കുവാൻ. എണ്ണമില്ല സ്തുതി സ്തോത്രങ്ങളാൽ ഹല്ലേലൂയ ഗീതം പാടിയിടും. എണ്ണമില്ല സ്തുതി സ്തോത്രങ്ങളാൽ ഹല്ലേലൂയ ഗീതം പാടിയിടും. തക്ക സമയം നമുക്കായി കരുതി, ആമേൻ, അനവധി നന്മകൾ നൽകുന്നവൻ. നമ്മെ കാളും നന്നായി അറിയുന്ന ആരുമില്ലേ ഇതുപോലൊരുവൻ. നമ്മെ കാളും നന്നായി അറിയുന്ന ആരുമില്ലേ ഇതുപോലൊരുവൻ. വാക്കുകൾ പോരാ, എൻ്റെ വാക്യങ്ങൾ പോരാ, തിരുമഹത്വത്തെ വർണ്ണിക്കുവാൻ, തിരുമഹിമയെ വർണ്ണിക്കുവാൻ. എണ്ണമില്ല സ്തുതി സ്തോത്രങ്ങളാൽ ഹല്ലേലൂയ ഗീതം പാടിയിടും. ആമേൻ. ഇനിയും 1-2 ചാൻസ് കൂടെ ഉണ്ട്, അത് പിന്നാലെ പാടിക്കൊള്ളാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് ഇടയന്മാർക്കുള്ള പ്രതിഫലം എന്ന ആ വിഷയം നമ്മൾ ചിന്തിപ്പാൻ പോവുകയാണ്. ഏവരെയും കർത്താവ് ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമീൻ. പതിവ് പോലെ ദൂതൻ പിന്നെയും വിശുദ്ധ സംഘത്തിൻ്റെ മുമ്പിൽ വന്നു
ഏറ്റവും കൂടുതൽ വിശ്വാസികൾ ഉണ്ടായിരുന്ന സഭയുടെ ആമേൻ ഇടയന്മാർക്കുള്ള പ്രതിഫലമാണ് ഇനി കൊടുക്കുവാൻ പോകുന്നത്. ആകയാൽ ഇനി പേര് വിളിക്കുമ്പോൾ ഭൂമിയിൽ സഭാ ശുശ്രൂഷകരായിരുന്നവർ മുമ്പോട്ട് വന്ന് പ്രതിഫലം വാങ്ങിക്കാവുന്നതാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൂതൻ പാസ്റ്റർ ഡേവിഡിനെ ക്ഷണിക്കുന്നു. ഡേവിഡിൻ്റെ സഭയിൽ 25,000 അംഗങ്ങൾ ഉണ്ടായിരുന്നത്. ആമേൻ. ഡേവിഡിനെ കുറിച്ചുള്ള പ്രദർശനത്തിൽ അദ്ദേഹം ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എടുത്തു കാണിച്ചു. ആമേൻ. 5 അംഗങ്ങൾ ഉണ്ടായിരുന്ന ആ സഭയിൽ 25,000 അംഗങ്ങളായി വർദ്ധിക്കുവാൻ ഇടയായത് ദൈവത്തിൻ്റെ കൃപ എന്ന് ഡേവിഡ് പറയുന്നു. ദിവസവും 18-ലധികം മണിക്കൂറുകൾ ഡേവിഡ് പ്രവർത്തനത്തിനായി നീക്കിവെച്ചിരുന്നു. അദ്ദേഹം കൗണ്ടറിൽ ചെന്നപ്പോൾ ഒരു ചെറിയ ടോക്കൺ ദൂതൻ കൊടുത്തു. ആ ടോക്കണുമായി അഗ്നി കത്തുന്ന വാതിലിലൂടെ യേശുവിൻ്റെ അടുക്കൽ എത്തുന്നു. അഗ്നിവാതിലിലൂടെ കടന്നപ്പോൾ ആ ടോക്കണിൻ്റെ പ്രകാശം വർദ്ധിക്കുന്നു. ആ സ്വർണ്ണ ടോക്കൺ വാങ്ങിയതിന് ശേഷം ദൂതൻ ഡേവിഡിനെ മനോഹരമായ ഒരു ആമേൻ കിരീടം സമ്മാനിക്കുന്നു. ശോഭയേറിയ കിരീടം വളരെയേറെ ആകർഷണീയമായിരുന്നു. ഭൂമിയിൽ ഹല്ലേലൂയ ഡേവിഡിൻ്റെ സഭയിലുണ്ടായിരുന്ന 25,000 വിശ്വാസികളിൽ ആമേൻ 24,000 ആമേൻ അവിടെ എത്തിച്ചേർന്നു. അവരിൽ പലരും പ്രതിഫലങ്ങൾ വാരിക്കൂട്ടിയിരുന്നു. തങ്ങളുടെ പാസ്റ്റർക്ക് കിരീടം ലഭിച്ചപ്പോൾ അവർ തുള്ളിച്ചാടി ഓടി വന്ന് തങ്ങളുടെ പാസ്റ്ററെ പൊക്കിയെടുത്തുകൊണ്ട് ആമേൻ അനുമോദനങ്ങൾ അർപ്പിച്ചു. ആ സന്തോഷ പ്രകടനത്തിൽ വിശുദ്ധന്മാരുടെ സംഘം മുഴുവനും ദൂതഗണങ്ങളും യേശു ക്രിസ്തുവും ഒത്തുചേർന്നു. ഹല്ലേലൂയ. അതിനുശേഷം ദൂതൻ പാസ്റ്റർ ജോർജിനെ മുമ്പോട്ട് വിളിച്ചു. താൻ ടോക്കൺ കൗണ്ടറിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. 2 ദൂതന്മാർ ഒരു വലിയ ടോക്കൺ പൊക്കി ജോർജിൻ്റെ തലയിൽ തന്നെ വെച്ചു. വിശുദ്ധന്മാരുടെ സംഘം അത്ഭുതസ്തബ്ധരായി. ഡേവിഡിന് കിട്ടിയ ടോക്കൺ വളരെ ചെറിയതും കയ്യിൽ കൊണ്ടുപോകാവുന്നതും ആമേൻ ആയിരുന്നു. ജോർജിനാകട്ടെ ചുവന്നുകൊണ്ടു പോകേണ്ട വലിപ്പമുള്ള ടോക്കൺ. ദൂതൻ ജോർജിന് ലഭിക്കേണ്ട 5 കിരീടങ്ങൾ ആമേൻ ഉയർത്തി കാണിച്ചു. അത് ഡേവിഡിന് കിട്ടിയതുപോലെ മനോഹാരിതയുള്ളതും പ്രകാശിക്കുന്നതുമായിരുന്നു. അത് കണ്ടപ്പോൾ വിശുദ്ധ സംഘം അത്ഭുതപ്പെട്ടു നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് പത്രോസിൻ്റെ ചെവിയിൽ എന്തോ പറഞ്ഞു ചിരിക്കുന്നുണ്ടായിരുന്നു. ജോർജിന് തുള്ളിച്ചാടണമെന്ന് തോന്നി. ടോക്കണിൻ്റെ വലിപ്പം വളരെ വലുതായിരുന്നെങ്കിലും ഭാരം തോന്നിച്ചില്ല. താൻ അഗ്നി ഗേറ്റിൻ്റെ അടുക്കൽ എത്തി. തീ കത്തുന്ന ഗേറ്റിൽ കൂടി ആമേൻ ജോർജ് മിന്നൽ വേഗത്തിൽ കടന്നു. ആ വൈക്കോൽ കെട്ട് നിമിഷ നേരം കൊണ്ട് ചാമ്പലായി മാറി. ഒരു കിരീടം പോലെ ചാമ്പൽ കൂമ്പാരം ജോർജിൻ്റെ തലയിലിരുന്നു. കിരീടവുമായി നിൽക്കുന്ന ദൂതൻ്റെ അടുക്കലേക്ക് പോകുവാൻ ജോർജിനൊരു മടി. താൻ ലഭ്യനായി അവിടെ നിൽക്കുമ്പോൾ തൻ്റെ സഭാപ്രവർത്തനത്തിൻ്റെ പ്രദർശനം ആ വലിയ സ്ക്രീനിൽ നടക്കുകയായിരുന്നു. പാസ്റ്റർ ജോർജ് തൻ്റെ അയൽസഭയിൽ നിന്നും 5 പേരെ തന്ത്രപരമായി ആമീൻ അടർത്തിയെടുത്ത് സഭ ആരംഭിക്കുന്നു. അയൽ സഭകളിലെ വിശ്വാസികളുടെ ഭവനങ്ങൾ മുടങ്ങാതെ സന്ദർശിക്കുന്നു. ഇടയോഗങ്ങൾക്കും ഭവന പ്രാർത്ഥനയ്ക്കും ക്ഷണിക്കുന്നു. അവർ ആമീൻ സ്തോത്രം യോഗങ്ങളിൽ സംബന്ധിച്ച് കഴിയുമ്പോൾ ഒരു സഭായോഗത്തിനായി ക്ഷണിക്കുന്നു. അങ്ങനെ അയൽ സഭകളുടെ ആടുകളെ തന്ത്രപരമായി അടുത്തുകൂടി സഭാംഗത്വം വർദ്ധിപ്പിക്കുന്നു. ജോർജിൻ്റെ സഭയിൽ ആമീൻ അംഗങ്ങൾ വർദ്ധിക്കുന്നു. പ്രദർശനം സമീപിച്ചിട്ടും ജോർജ് അഗ്നി ഗേറ്റിന് സമീപം ഇളിഭ്യനായി നിൽക്കുകയായിരുന്നു. ഒരു ദൂതൻ ആ വഴിയെ കടന്നുപോയപ്പോൾ ചിറകനങ്ങിയപ്പോൾ ഉണ്ടായ കാറ്റിനാൽ ജോർജിൻ്റെ തലയിലെ ചാമ്പൽ കൂന ഇടിഞ്ഞ് തൻ്റെ മൂക്കിലും വായിലും വീണത്
ചിരിക്കുവാൻ ഒരവസരം ഉണ്ടാക്കി. ഗബ്രിയേൽ പോലും പൊട്ടിച്ചിരിക്കുന്നത് കണ്ടു. ഇതിലും ഭേദം നരകമായിരുന്നുവെന്ന് ജോർജിന് തോന്നി. ദൂതൻ ജോർജ് ഭൂമിയിൽ മോഷ്ടിച്ച ആടുകളുടെ ഇടയന്മാരായിരുന്ന 5 ശുശ്രൂഷകന്മാരുടെ പേര് വിളിക്കുന്നു. അവർക്ക് ഓരോരുത്തർക്കും ഈ കിരീടങ്ങൾ കൊടുക്കുന്നു. അവർ 5 പേരും കിരീടങ്ങൾ വെച്ചുകൊണ്ട് ജോർജിന്റെ അടുക്കലേക്ക് ചെന്നു. അവർ ജോർജിന്റെ തോളിൽ കൈകൊണ്ട് തൊട്ടിട്ട് തന്നെ ആശ്വസിപ്പിക്കാൻ പരിശ്രമിച്ചു. സാരമില്ല ജോർജ്, പ്രതിഫലമല്ലേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. ആമേൻ, നിങ്ങൾക്ക് ഇവിടെ എത്തുവാൻ കഴിഞ്ഞല്ലോ. സഹോദരി സഭകളിൽ നിന്നും വിശ്വാസികളെ മോഷ്ടിച്ച് തങ്ങളുടെ സഭ വലുതാക്കിയ പലരും ഇവിടെ എത്തിച്ചേർന്നിട്ട് പോലുമില്ല. അവർ ആടുമോഷണത്തിന് നീചമായ കാര്യങ്ങളാണ് ഉപയോഗിച്ചു വന്നത്. വ്യാജമായ പ്രസ്താവനകളാണ് നടത്തിയത്. കുടിലമായ തന്ത്രങ്ങളാണ് ഉപയോഗിച്ചത്. അതവരുടെ സ്വർഗരാജ്യം പോലും നഷ്ടപ്പെടുത്തി. എന്നാൽ നിങ്ങൾ ഞങ്ങളുടെ സഭകളിൽ നിന്നൊക്കെ വിശ്വാസികളെ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിലും ഒരു മര്യാദയ്ക്കാണ് അതെല്ലാം ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രതിഫലമൊന്നും കിട്ടിയില്ലെങ്കിലും നിത്യത നഷ്ടപ്പെട്ടില്ലല്ലോ. വരൂ, സാരമില്ല. അവർ 5 പേരും ജോർജിന്റെ കൈപിടിച്ച് വിശുദ്ധ സംഘത്തിന്റെ നേരെ നടന്നു ചെല്ലുന്നത് ആമേൻ ഒന്ന് കാണേണ്ട രംഗം തന്നെയായിരുന്നു. ജോർജ് അവരോട് ക്ഷമ ചോദിച്ചു. സഹോദരി സഭകളിൽ നിന്നും ആത്മാക്കളെ മോഷ്ടിച്ചാൽ ഇത്ര വലിയ നാണക്കേടുണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല എന്ന് ജോർജ് സമ്മതിച്ചു. എങ്കിലും തൻ്റെ ഗുരുക്കന്മാരും നേതാക്കന്മാരും ആടുമോഷണം നടന്നത് കണ്ട് വളർന്നത് കൊണ്ടാണ് ജോർജും ഇങ്ങനെ ചെയ്തത്. ജോർജും അങ്ങനെ ചെയ്തു പോയത്. ആമീൻ. ജോർജിന്റെ ഗുരുക്കന്മാരെയും നേതാക്കന്മാരിൽ ഒരെണ്ണത്തിനെയും അവിടെങ്ങും കണ്ടില്ല എന്നുള്ളത് ജോർജിനെ ഞെട്ടിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതുമായ കാര്യമായിരുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുവൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരാടുകയാൽ ആമേൻ കിരീടം ലഭിക്കുകയില്ല. ഓരോരുത്തന് താൻ്റെ അധ്വാനത്തിന് ഒത്തവണ്ണം കൂലി കിട്ടും. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തൻ നോക്കിക്കൊള്ളട്ടെ എന്ന് കൊരിന്ത്യ ലേഖനം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 8, 9, 10 വാക്യം വായിക്കുമ്പോൾ അത് വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവം ഈ വചനങ്ങളാൽ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നമുക്ക് ആമേൻ ആദ്യം പാടിയ പാട്ടിൻ്റെ ബാക്കി 2 ചാൻസ് അവിടെ ഉണ്ട്. അത് പാടി നമുക്ക് സ്തോത്രം പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. തക്ക സമയം നമുക്കായി കരുതി അനവധി നന്മകൾ നൽകുന്നവൻ, നമ്മെക്കാളും നന്നായി അറിയുന്ന ആരുമില്ലേ ഇതുപോലൊരുവൻ. വാക്കുകൾ പോരാ, എൻ്റെ വാക്യങ്ങൾ പോരാ, തിരുമഹത്വത്തെ വർണ്ണിക്കുവാൻ, തിരുമഹിമയെ വർണ്ണിക്കുവാൻ എണ്ണമില്ല സ്തുതി സ്തോത്രങ്ങളാൽ ഹല്ലേലൂയ ഗീതം പാടിയിടും. ആമേൻ. ദൈവ സമാധാനം, സന്തോഷം, സൗഖ്യം സന്തതം സകലതും തന്നിടുവാൻ കൃപകളിൻ ഉറവകൾ നമുക്കായി ചൊരിയുന്ന ആരുമില്ലേ ഇതുപോലൊരുവൻ. വാക്കുകൾ പോരാ, എൻ്റെ വാക്യങ്ങൾ പോരാ, തിരുമഹത്വത്തെ വർണ്ണിക്കുവാൻ, തിരുമഹിമയെ വർണ്ണിക്കുവാൻ എണ്ണമില്ല സ്തുതി സ്തോത്രങ്ങളാൽ ഹല്ലേലൂയ ഗീതം പാടിയിടും. ആമേൻ.
സ്വർഗത്തിൽ ഒരുക്കും നിത്യ സൗഭാഗ്യങ്ങൾ സ്വന്തമായി തന്നിടുവാൻ നമുക്കും. രാജ്യമൊരുക്കി വേഗം വരുന്നവൻ ആരുമില്ലേ ഇതുപോലൊരുവൻ. രാജ്യമൊരുക്കി വേഗം വരുന്നവൻ ആരുമില്ലേ ഇതുപോലൊരുവൻ. വാക്കുകൾ പോരാ, എൻ്റെ വാക്യങ്ങൾ പോരാ, തിരുമഹത്വത്തെ വർണ്ണിക്കുവാൻ, തിരുമഹിമയെ വർണ്ണിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ഗാനത്താലും ആ മുകളിൽ നേരത്തെ സംസാരിച്ച വചനത്താലും ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധനാകുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് തന്ന വിലപ്പെട്ട നിമിഷത്തിനായി സ്തോത്രം. ഞങ്ങളെ കേൾപ്പിക്കുന്ന നല്ല വചനത്തിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യതയ്ക്കായി സ്തോത്രം. ഞങ്ങളവിടെ കടന്നു വന്ന് ഓരോരുത്തരും തക്ക പ്രതിഫലം നൽകുവാനായി അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന യഥോചിതം പ്രാപിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. കർത്താവിൻ്റെ കൃപ ധാരാളം പകരണമേ. ഈ വചനം കേൾക്കുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരായി, ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലം പ്രാപിക്കുന്നവരായി, നന്മ പ്രാപിക്കുന്നവരായി, സന്തോഷം പ്രാപിക്കുന്നവർ, നിത്യതയിൽ എത്തുവാൻ തക്കവണ്ണം എല്ലാ ക്രമീകരണമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. അവിടുന്ന് തന്നെ മഹത്വമെടുക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം.